നിങ്ങൾ ഇത്രയും കാലം എന്താണോ കഴിച്ചിരുന്നത് അത് തന്നെ കഴിക്കണം. പെട്ടെന്ന് വെയിറ്റ് ഗെയിൻ വരുന്നവരോ ഷുഗറിന്റെ ടെൻഡൻസി ഉണ്ടെങ്കിൽ കാർബ് മുഴുവനായിട്ട് ഒരിക്കലും പ്രഗ്നൻസിയിൽ ഒഴിവാക്കാൻ പാടില്ല. അങ്ങനെ ദേഹം ദേവാലയം എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഡോക്ടർ ദീപ്തി, തൃശൂർ സൺ മെഡിക്കൽ സെന്ററിൽ കൺസൾട്ടന്റ് ഗൈനക്കോളജിസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നു. ഗർഭിണി ആയിക്കഴിഞ്ഞാൽ ഗർഭകാലത്തെ ഞങ്ങൾ 3 തരംതിരിക്കുന്നുണ്ട്. ആദ്യത്തെ ഒരു 3 മാസം, പിന്നത്തെ 3 മാസം, പിന്നത്തെ 3 മാസം, അങ്ങനെയാണ്. 10 മാസം എന്ന് പറഞ്ഞാലും ശരിക്ക് 9 മാസവും 7 ദിവസവുമാണ് ഒരു ഗർഭകാലം. ആദ്യത്തെ 3 മാസങ്ങളിലാണ് ഏറ്റവും കൂടുതൽ അസ്വസ്ഥത. ഒന്നും കഴിക്കാൻ പറ്റില്ല, ചിലർക്ക് ഛർദിയോട് ഛർദി, ചിലർക്ക് ഭയങ്കര വിശപ്പ്, വായയിൽ വെള്ളം തെളിയുന്നു, ഇഷ്ടമുള്ളതൊന്നും കഴിക്കാൻ പറ്റുന്നില്ല എന്നുള്ള പരാതികൾ. അത് കഴിഞ്ഞാൽ ചില ഭക്ഷണത്തിനോട് പ്രത്യേകമായ ഒരു ആർത്തി, പ്രത്യേകിച്ച് മധുരത്തിനോട്, ഇങ്ങനെയൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. അപ്പോൾ എല്ലാവരും ഞങ്ങളോട് ആദ്യം ചോദിക്കുന്ന ഒരു കാര്യം, എന്ത് കഴിക്കണം? ഞാൻ എല്ലാവരോടും പറയുന്ന ഒരു ഉത്തരം, നിങ്ങൾ ഇത്രയും കാലം എന്താണോ കഴിച്ചിരുന്നത് അത് തന്നെ കഴിക്കണം. കാരണം ഇപ്പോൾ ഗർഭകാലം എന്ന് പറയുന്നത് അമിത ഭക്ഷണത്തിന്റെ ഒരു കാലം എന്ന് കൂടി കൂട്ടി വായിക്കേണ്ടതുണ്ട്. കാരണം ഗർഭം എന്ന് പറഞ്ഞാൽ UPT, യൂറിൻ പ്രഗ്നൻസി ടെസ്റ്റ് പോസിറ്റീവ് ആയാൽ കിടക്കയിൽ നിന്ന് അനങ്ങരുതെന്നും ഫുൾ റെസ്റ്റ് എടുക്കണമെന്നും ഹെൽത്തി ഫുഡ് എന്ന ലേബലിൽ ഒരുപാട് ഭക്ഷണം അടിച്ചു കയറ്റണമെന്നും ഒരു എക്സർസൈസും പാടില്ല എന്നുള്ളതുമായിട്ടുണ്ട് ഇന്നത്തെ ഗർഭകാലം. അതിൻ്റെ കോംപ്ലിക്കേഷൻസും നമ്മൾ കാണുന്നുണ്ട്. ഭക്ഷണത്തിൽ എന്താണ് ശ്രദ്ധിക്കേണ്ടത്? നമ്മൾ കഴിക്കുന്ന ഒരു സാധാരണ ഭക്ഷണത്തിൻ്റെ കമ്പോണൻസ് എന്താണ്? കാർബോഹൈഡ്രേറ്റ് ഉണ്ടാവണം, പ്രോട്ടീൻ ഉണ്ടാവണം, ഫാറ്റ് ഉണ്ടാവണം. പിന്നെ നമുക്ക് ഫ്രൂട്ട്സ് ഉണ്ടാവണം, വെജിറ്റബിൾസ്, വിറ്റാമിൻസ് വേണം, വെള്ളം കുടിക്കണം. കാർബോഹൈഡ്രേറ്റ് എന്ന് പറഞ്ഞ ഉടനെ കാർബ് കുറയ്ക്കുക, പ്രോട്ടീൻ കൂട്ടുക എന്നുള്ളത് തന്നെയാണ് ബേസിക് പോളിസി. എല്ലാവർക്കും അല്ലെങ്കിൽ പോലും ഇപ്പോൾ അമിത ഭാരമുള്ളവരിലും അവർക്ക് ജനിതകമായി, അതായത് പാരമ്പര്യമായിട്ട് ഷുഗർ ഉള്ളവരിൽ, അങ്ങനെയുള്ളവരിലെല്ലാം ഞങ്ങളൊരു ഭക്ഷണ നിയന്ത്രണം പറയാറുണ്ട്. എന്തും കഴിക്കാം, മിതമായ അളവിൽ എന്തും കഴിക്കാം. ഇപ്പൊ കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരു സംശയമാണ്, ചോറ് ഒഴിവാക്കുക, ചപ്പാത്തി ആക്കിയാൽ ശരിയാവോ? ചോറ്, ചപ്പാത്തി തുടങ്ങിയ എല്ലാം ധാന്യങ്ങളാണ്. ധാന്യങ്ങളെല്ലാം കാർബോഹൈഡ്രേറ്റ് ആണ്. എന്നാൽ പ്രോട്ടീൻ എന്നുള്ളതിൽ എന്താണ് വരുന്നത്? പ്രോട്ടീൻ എന്ന് പറയുമ്പോൾ നമ്മൾ കഴിക്കുന്ന നോൺ വെജ് ഫുഡാണ് കൂടുതൽ. ഇറച്ചി, മീന്, മുട്ട എല്ലാം അതിൽ വരും. അപ്പോൾ വെജിറ്റേറിയൻസ് എന്ത് ചെയ്യും? പയറുവർഗ്ഗങ്ങളുണ്ട്, പനീറുണ്ട്, സോയയുണ്ട്, അങ്ങനെ പ്രോട്ടീൻ കണ്ടന്റ് കൂടിയ വെജിറ്റേറിയൻ വിഭവങ്ങളും ഉണ്ട്. ഫാറ്റ്, ഫാറ്റ് കഴിക്കാൻ പാടുമോ? ഫാറ്റ് കഴിച്ചാൽ നമ്മൾ തടി വെക്കില്ലേ? ഫാറ്റ് അല്ല തടി വെപ്പിക്കുന്നത്. നമ്മൾ കഴിക്കുന്ന അമിതമായ കാർബോഹൈഡ്രേറ്റ് ആണ് നമ്മളെ തടിവെപ്പിക്കുന്നത്. ഫാറ്റ് എന്ന് പറയുമ്പോൾ കുറച്ച് നെയ്യോ വെണ്ണയോ ഒക്കെ ഹെൽത്തി ആയിട്ടുള്ള ഫാറ്റാണ്. വെള്ളം ഒരുപാട് കുടിക്കണം, വെജിറ്റബിൾസ് വേണം, ഫ്രൂട്ട്സ് വേണം. ഇങ്ങനെ ഒരു ഇതെടുത്ത് നോക്കുമ്പം ചോറായാലും ചപ്പാത്തി ആയാലും റാഗി ആയാലും എല്ലാം നിങ്ങളൊരു കാർബോഹൈഡ്രേറ്റ് വിഭവത്തിൽ നമ്മൾ പെടുത്തുന്നു. കാർബിൻ്റെ അളവ് 55-60%, പ്രോട്ടീൻ്റെ അളവ് 30%മാണ് നമ്മുടെ സാധാരണ ഭക്ഷണത്തിൽ പറയുന്നത്. പക്ഷേ തടി കൂടുതലുള്ളവരോ പെട്ടെന്ന് വെയിറ്റ് ഗെയിൻ വരുന്നവരോ ഷുഗറിന്റെ ടെൻഡൻസി ഉണ്ടെങ്കിൽ കാർബ് മുഴുവനായിട്ട് ഒരിക്കലും പ്രഗ്നൻസിയിൽ ഒഴിവാക്കാൻ പാടില്ല. അങ്ങനെ ഒരു അബദ്ധം കൂടി ഞങ്ങൾ കാണാറുണ്ട്. ഇത് പറഞ്ഞ ഉടനെ ചോറ് അങ്ങോട്ട് ഒഴിവാക്കും. അതും പറ്റില്ല. ഒരു മിതമായ അളവിൽ കാർബ് വേണം, മേ ബി ഒരു 30%. ഞാൻ എല്ലാ ഗർഭിണികളോടും പറയും, ഒരു പ്ലേറ്റ് നിറയെ ചോറും കുറച്ച് കറികളും കഴിക്കുന്ന പ്രകൃതമാണെങ്കിൽ പകുതി ചോറും പകുതി കറികളും. പട്ടിണി കിടക്കലില്ല, ഫുഡ് സ്കിപ്പ് ചെയ്യലില്ല, ഒരു നേരത്തെയും ഭക്ഷണം ഒഴിവാക്കലില്ല. ഗർഭിണികൾ കഴിക്കേണ്ടത് സ്മോൾ ഫ്രീക്വന്റ് ഫീഡ്സ് ആണ്, അതായത് ഇടവിട്ട് കഴിക്കണം. സാധാരണ ഒരാൾ കഴിക്കുന്നതിനെക്കാട്ടിലും സുഖമായിട്ട് കഴിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. എന്നാൽ ആദ്യത്തെ 3 മാസങ്ങളിൽ ഇത് ചിലപ്പോൾ സാധ്യമായി എന്ന് വരില്ല. ആ മാസങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് എന്താണോ നമ്മുടെ വയറിന് പിടിക്കുന്നത്, ബ്ലാൻഡ് ഡയറ്റ്, അധികം എരിവും വേണ്ട, അധികം പുളിയും വേണ്ട, അങ്ങനെ കഴിക്കാവുന്നത് ദ്രാവക രൂപത്തിലോ അങ്ങനെയുള്ള ഭക്ഷണത്തിലൊക്കെ പോയി 3 മാസം കഴിഞ്ഞാൽ അപ്പറ്റൈറ്റ് ഇംപ്രൂവ് ചെയ്യും, നിങ്ങൾക്ക് കൂടുതൽ കഴിക്കാൻ തോന്നും. ആ കഴിക്കുന്ന സമയം തൊട്ടുള്ള ഒരു ഭക്ഷണ രീതിയിൽ ഒരു ബാലൻസ്ഡ് ആയിട്ട് അരിഭക്ഷണവും വേണം, അതിൻ്റെ കൂടെ പ്രോട്ടീനും വേണം, ഫാറ്റും വേണം. വെറുതെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ആലോചിച്ചാൽ മതി. നമ്മുടെ പൂർവികരൊക്കെ കഴിച്ചിരുന്ന പോലെ കഞ്ഞിയും പയറും. കഞ്ഞി കാർബോഹൈഡ്രേറ്റ് ആണ്, പയറ് പ്രോട്ടീനാണ്. പുട്ടും കടലയും, പുട്ടിലെ കാർബോഹൈഡ്രേറ്റ് ആണ്, കടല. അപ്പം അതൊരു ബാലൻസ്ഡ് ഡയറ്റ് ആയിരുന്നു.
ഏറ്റവും കൂടുതൽ ഒഴിവാക്കേണ്ടത് ജങ്ക് ഫുഡ്സ്, ഈ കാർബണേറ്റഡ് ഡ്രിങ്ക്സ്, പറ്റുമെങ്കിൽ പുറത്തുനിന്നുള്ള ഭക്ഷണവും. ഒരുപാട് ഫുഡ് പോയ്സണിങ് നമുക്ക് കിട്ടുന്നുണ്ട്. ആഘോഷങ്ങൾ ഇപ്പോൾ നമുക്ക് ഒരുപാടുള്ള കാരണം പുറത്തുനിന്നുള്ള ഭക്ഷണവും ഒരുപാട് കൂടുതലാണ്. അപ്പം ചില പ്രത്യേക ഭക്ഷണ രീതികളോട്, ഭക്ഷണ സാധനങ്ങളോട് ഗർഭിണികൾക്ക് ചിലപ്പോൾ ഒരു ആഗ്രഹം തോന്നിയേക്കാം. ഇടയ്ക്കൊക്കെ അത് നല്ലതാണ്. പിന്നെ ഞങ്ങൾ കണ്ടുവരുന്ന ഒരു രീതി എന്താന്ന് വെച്ചാൽ, ഗർഭിണികൾക്ക് ഈ ഡ്രൈ ഫ്രൂട്ട്സും ഒക്കെ അടിച്ച് സ്മൂത്തിയാക്കി ജ്യൂസാക്കി അടിച്ച് കയറ്റുന്ന പരിപാടികളാണ്. ചെറിയ അളവിൽ ഡ്രൈ ഫ്രൂട്ട്സ്, നട്ട്സ്, ബദാം ഇതൊക്കെ ഹെൽത്തിയാണ്. പക്ഷേ നമ്മുടെ സ്റ്റേപ്പിൾ ഡയറ്റ്, ഒരു മെയിൻ ഡയറ്റ് കാർബോഹൈഡ്രേറ്റും പ്രോട്ടീനും ഫാറ്റും അടങ്ങുന്നതായിരിക്കണം. അതിൻ്റെ കൂടെയാണ് ഇതൊക്കെ വരുന്നത്. പിന്നെ പ്രത്യേകിച്ച് നേന്ത്രപ്പഴം, ഞങ്ങൾ ഏറ്റവും കൂടുതൽ കാണുന്നത് നേന്ത്രപ്പഴം ദിവസവും ഓരോന്ന് പുഴുങ്ങി കൊടുക്കുക എന്നുള്ളതാണ്. നേന്ത്രപ്പഴം ഫ്രൂട്ടിലല്ല, അത് കാർബോഹൈഡ്രേറ്റ് ആണ്, സ്റ്റാർച്ചാണ്. അതുകൊണ്ട് നേന്ത്രപ്പഴത്തിൻ്റെ ഉപയോഗം കുറയ്ക്കുക. ബാക്കിയുള്ള എല്ലാ ഫ്രൂട്ട്സും നിങ്ങൾക്ക് മിതമായ അളവിൽ കഴിക്കാം. ഗർഭിണികളാണെങ്കിൽ, ഷുഗറുള്ള ഗർഭിണികളാണെങ്കിൽ പ്രത്യേകിച്ച് ഈ ചക്ക, മാങ്ങ, തണ്ണിമത്തൻ, നേന്ത്രപ്പഴം തുടങ്ങി ഷുഗർ കണ്ടന്റ് കൂടുതലുള്ള ഫ്രൂട്ട്സ് ഒഴിവാക്കണം. ഈന്തപ്പഴം കഴിക്കാൻ പാടുമോ? കഴിക്കാം, നല്ല ഈന്തപ്പഴം കഴിക്കാം. പക്ഷേ ഈന്തപ്പഴത്തിന് നിറം കൂട്ടാൻ വേണ്ടി ഷുഗർ കോട്ടിംഗ് അടിച്ച് ഗ്ലേസിംഗ് ഉള്ള ഈന്തപ്പഴം കഴിക്കുമ്പോൾ നിങ്ങൾ അറിയാതെ നിങ്ങളുടെ ഉള്ളിലേക്ക് ചെല്ലുന്നത് കൂടുതൽ ഷുഗറാണ്. അതുപോലെ തന്നെയാണ് ഫ്രൂട്ട്സ് കഴിക്കുന്നതിന് പകരം ജ്യൂസാക്കി കുടിച്ചൂടെ? പല്ല് ഉറയ്ക്കാത്ത കൊച്ചുകുട്ടികളല്ല നമ്മൾ. അപ്പം അതുകൊണ്ട് തന്നെ ഫ്രൂട്ടായിട്ട് കഴിക്കണം. എന്താണ് അതിൻ്റെ ഗുണം? ഫ്രൂട്ടിലെ എല്ലാ നല്ല ഘടകങ്ങളും കിട്ടും, അതിൻ്റെ ഫൈബർ കണ്ടന്റും കിട്ടും. ഫൈബർ കണ്ടന്റ് കിട്ടുമ്പോൾ കോൺസ്റ്റിപ്പേഷൻ കുറയും. നേരെ മറിച്ച് നമ്മൾ ആ ഫ്രൂട്ടിൽ നിന്ന് ജ്യൂസ് മാത്രം എടുക്കുമ്പം ഒരു പഞ്ചസാര വെള്ളം കലക്കി കുടിക്കുന്ന ഇഫക്റ്റാണ് നമുക്ക് കിട്ടുന്നത്. പ്രത്യേകിച്ച് ചൂടുകാലമാണ്. അതുകൊണ്ട് ഗർഭിണികൾ ഹോൾ ഫ്രൂട്ടായിട്ട് കഴിക്കാൻ നോക്കുക. വെജിറ്റബിൾസ് നല്ലപോലെ കഴുകിയിട്ട് വേവിച്ച് കഴിക്കാൻ നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എന്തും മിതമായ അളവിൽ കഴിക്കാൻ നോക്കുക. ആരോഗ്യമുള്ള ഒരു ഗർഭത്തിന് ഏറ്റവും അത്യാവശ്യമുള്ള 3 ഘടകങ്ങൾ ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും നല്ല ഭക്ഷണം, നല്ല എക്സർസൈസ്, നല്ല ഉറക്കം. പക്ഷെ ഏറ്റവും കൂടുതൽ ഗർഭിണികളുടെ പ്രശ്നം ഉറക്കമില്ലായ്മയാണ്. എന്തുകൊണ്ടാണ് ഉറക്കമില്ലാത്തത്? ഫിസിക്കൽ ബുദ്ധിമുട്ടുകൾ മാത്രമല്ല, സ്വാഭാവികമായും ഒരു കുഞ്ഞ് നമ്മുടെ ഉള്ളിൽ വളരുമ്പോൾ ശാരീരികമായിട്ട് ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. അതിൻ്റെ അസ്വസ്ഥതകളുണ്ട്, ബാക്ക് പെയിൻ ഉണ്ട്, ഉറങ്ങാൻ പറ്റുന്നില്ല, ശ്വാസം മുട്ട്, ഇതൊക്കെയുണ്ട്. അതിനേക്കാട്ടിലും കൂടുതൽ അവരുടെ ഉറക്കം കളയുന്നത് ആങ്സൈറ്റി അല്ലെങ്കിൽ ടെൻഷനാണ്. എന്താണ് ഇപ്പോൾ ടെൻഷൻ കൂടുന്നത്? പണ്ടത്തെ കാലത്ത് ഒരു കുടുംബം എന്ന് പറഞ്ഞ കൂട്ടുകുടുംബമാണ്. അപ്പോൾ ആ കുടുംബത്തിൽ ആരെങ്കിലും ഒരാൾ പ്രസവിക്കാൻ പോകുന്നു, പ്രസവം കഴിഞ്ഞ് വരുന്നു, അത് കഴിഞ്ഞ് അവരുടെ പരിചരണം, ഇതൊക്കെ നമ്മൾ അറിയാതെ ആണെങ്കിലും കണ്ടുപോകുന്നുണ്ട്. വല്യമ്മയുടെ മക്കള്, ചെറിയമ്മയുടെ മക്കള്, അതുപോലെ പറഞ്ഞു തരാൻ കൂടുതൽ മുതിർന്നവരുണ്ട്. ഇപ്പൊ നമ്മൾ അണുകുടുംബമാണ്. അപ്പോൾ എന്താ, ഈ ഭാര്യയും ഭർത്താവും മാത്രമാണ്. അവർക്ക് എവിടെ നിന്നാണ് ഒരു ഇൻഫർമേഷൻ കിട്ടുന്നത്? ഞാനിപ്പോൾ കണ്ടുവരുന്ന വേറൊരു പ്രവണത, സ്വന്തം അമ്മമാരാരും മക്കളോട് പ്രസവത്തിന് ഇന്നതൊക്കെ ശ്രദ്ധിക്കണമെന്നോ എന്നാരും പറഞ്ഞു കൊടുക്കുന്നില്ല. എല്ലാവർക്കും പേടിയാണ്. എല്ലാവരും പറയുന്നു പണ്ടത്തെ കാലമല്ലല്ലോ ഇപ്പോൾ, പണ്ടത്തെ പോലെ തന്നെയാണ് ഗർഭകാലവും പ്രസവവും ഇപ്പോൾ. അപ്പോൾ അങ്ങനെ ഒരു ഉപദേശവും കിട്ടുന്നില്ല. സ്വാഭാവികമായും അവർ ആശ്രയിക്കുന്നത് സോഷ്യൽ മീഡിയ ചാനലുകളാണ്. അപ്പോൾ അതിൽ കിട്ടുന്ന ഇൻഫർമേഷൻ എല്ലാം കറക്റ്റ് ആണെന്ന് നമുക്ക് പറയാനും പറ്റില്ല. ഇതെല്ലാം ആങ്സൈറ്റി കൂട്ടുന്നു. പിന്നെ പല സ്ഥലത്തു നിന്നും കിട്ടുന്ന അനക്ഡോട്ടൽ റിപ്പോർട്ട്സ്, എൻ്റെ ഫ്രണ്ടിന് അങ്ങനെ സംഭവിച്ചു, ഈ കുട്ടിക്ക് ഇങ്ങനെ സംഭവിച്ചു, ഇതെല്ലാം കൂടി കേൾക്കുമ്പോഴത്തെ ആങ്സൈറ്റി. അപ്പം നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എന്താണ് നമ്മളെ അലട്ടുന്ന പ്രശ്നം എന്നറിയലാണ്. പണ്ടത്തെ കാലത്ത് ഹസ്ബൻഡ്സിന് ഗർഭകാലത്തിലുള്ള സപ്പോർട്ട് കുറച്ച് കുറവായിരുന്നു എന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. അത് അധികവും സ്ത്രീകളുടെ ഒരു കാര്യമാണെന്നും വീട്ടുകാരായിട്ട് നോക്കേണ്ടതാണെങ്കിലും ഇപ്പോൾ കണ്ടുവരുന്ന ആരോഗ്യകരമായ ഒരു പ്രവണത, ഹസ്ബൻഡ്സ് വളരെ താല്പര്യത്തോടെ തന്നെയാണ് പ്രഗ്നൻസിയുടെ എല്ലാ ഘട്ടത്തിലും കൂടെ നിൽക്കുന്നത്. ചെക്കപ്പിന് മുതൽ പ്രസവത്തിന്റെ സമയം തൊട്ട് ഡിസ്ചാർജ് ആയി പോകുന്നവരെയും അത് കഴിഞ്ഞും ഹസ്ബൻഡ്സ് ഇപ്പോൾ പാർട്ട്നേഴ്സിന്റെ കൂടെ ഉണ്ടാവാനുള്ള കൂടുതൽ ആഗ്രഹം പ്രകടിപ്പിക്കുന്നു. അത് വളരെ നല്ലൊരു പ്രവണതയാണ്. എൻ്റെ ഹോസ്പിറ്റലിൽ നിർബന്ധമായും ഒരു നോർമൽ ഡെലിവറി ആവുകയാണെങ്കിൽ ഹസ്ബൻഡിന്റെ കൂടെ, വൈഫിന്റെ കൂടെ കയറണം എന്ന് തന്നെ ഞാൻ നിർബന്ധിക്കാറുള്ളത്. കാരണം ഏറ്റവും പ്രധാനപ്പെട്ട ആ മൊമെന്റിൽ ഹസ്ബൻഡിന്റെ സപ്പോർട്ട് വളരെ അത്യാവശ്യമാണ്. അത് അവർക്ക് സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. പക്ഷേ പൊതുവെ ഗർഭകാലത്തുള്ള ഈ 10 മാസം എങ്ങനെയാണ് മനസ്സിന് നമുക്കൊരു റിലാക്സേഷൻ കിട്ടുക? ഗർഭിണിയുടെ ഫിസിക്കൽ ഹെൽത്ത് പോലെ പ്രധാനമാണ് മെന്റൽ ഹെൽത്ത്. മെന്റൽ ഹെൽത്തിനെ അഡ്രസ്സ് ചെയ്യാൻ തുടങ്ങിയത് ഇപ്പോൾ അടുത്താണ്. കേരളത്തിൽ മാതൃമരണങ്ങളെ കുറിച്ചിട്ടുള്ള പഠനം നടത്തുന്ന CRMT റിപ്പോർട്ട് പ്രകാരം മുൻപൊക്കെ ഏറ്റവും കൂടുതൽ മരണങ്ങൾ സംഭവിച്ചിരുന്നത് ബ്ലീഡിങ്, പ്രഷർ കൂടിയിട്ട് സെപ്സിസ്, ഇതൊക്കെയായിരുന്നു. പക്ഷേ ഇപ്പോൾ ഞങ്ങൾ ഏറ്റവും വേദനിപ്പിക്കുന്ന ഒരു കാര്യം, വളരെ ഉയർന്ന ഒരു പെർസെൻറ്റേജ് വരുന്നത് ഗർഭിണികളിലെ ആത്മഹത്യയാണ്. അപ്പോൾ മാനസികാരോഗ്യം എന്നുള്ളത് നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ട ഒരു ഇഷ്യൂ ആണ്.
പലപ്പോഴും കുടുംബത്തിൽ നിന്നൊരു സപ്പോർട്ട് കിട്ടായ്മയും അവർക്കൊരു കാരണമാണ്, അല്ലെങ്കിൽ ഓവർ ഇൻഫർമേഷന്റെ ഒരു കാര്യങ്ങളും. നിങ്ങളുടെ ഡോക്ടറോട് മനസ്സ് തുറന്ന് സംസാരിക്കുക. ഗർഭിണിക്ക് ഏറ്റവും വേണ്ട മാനസാരോഗ്യം കൊടുക്കേണ്ടത് ഫാമിലിയാണ്. ഡോക്ടർക്ക് ഒരു റോളുണ്ട്, എങ്കിലും കൺസൾട്ടേഷൻ റൂമിൽ വെച്ചൊക്കെ പറയുന്ന ഒരു 10-15 മിനിറ്റിനപ്പുറം ഗർഭിണികളുടെ കൂടെയുള്ളത് ഭർത്താവും വീട്ടുകാരുമാണ്. വീട്ടുകാർ കൊടുക്കുന്ന ഒരു ബാലൻസ്ഡ് ഇൻഫർമേഷനാണ് ഗർഭിണിയുടെ സപ്പോർട്ട്. ഈ യാത്രയിൽ ഒരുമിച്ച് മുന്നോട്ട് പോവാമെന്നും ഇത് തന്നെയാണ് ശരിയായ വഴിയെന്നും അതിന് എന്തൊക്കെ ചെയ്യണമെന്നും പറയാൻ ഹസ്ബൻഡും വീട്ടുകാരും കൂടി ശ്രദ്ധിക്കണം. അനാവശ്യമായ ഉത്കണ്ഠകൾ കൊടുക്കാതിരിക്കുക. അതുപോലെ തന്നെ ഞങ്ങൾ പറയും, അമിതമായ സോഷ്യൽ മീഡിയ, മൊബൈൽ യൂസ് കുറയ്ക്കുക. നല്ല പാട്ടുകൾ കേൾക്കുക, സുഹൃത്തുക്കളോട് സംസാരിക്കുക, ചെറിയ യാത്രകൾ പോവുക, പ്ലസന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ആലോചിക്കുക. കാരണം ശാസ്ത്രം പോലും സമ്മതിക്കുന്നു, അമ്മയുടെ മനോവികാരങ്ങൾ കുട്ടിയുടെ ബുദ്ധിയെയും കുട്ടിയുടെ മനസ്സിനെയും ബാധിക്കുന്നുണ്ടെന്ന്.